ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്ന രീതിയാണ്. എല്ലാവരും പല രീതിയിൽ പുട്ടുണ്ടാക്കുന്നവരായിരിക്കില്ല. അപ്പം അരിപ്പൊടി വെച്ചിട്ടൊരു സിമ്പിളായ രീതിയിൽ പുട്ടുണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഇതേ രീതിയിൽ നിങ്ങൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ചെയ്യട്ടോ. ഞാനിതവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ആ സെയിം അളവിൽ ഒരു കപ്പ് ചോറാണ് എടുക്കുന്നത്. അവിടെ കറക്റ്റ് അളവൊന്നും ഇവിടെ കാണിക്കണില്ല. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലിട്ടിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. ബാക്കിലോട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. നല്ലവണ്ണം ഒന്ന് പൾസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് പോവും. അങ്ങനെ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. ആ രൂപത്തിൽ ബാക്കിലോട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഇവിടെ പൾസ് ചെയ്തെടുത്ത പുട്ടുംപൊടിയാണിത്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ പുട്ടുംപൊടി വാങ്ങില്ലേ, ആ രൂപത്തിൽ കിട്ടും കേട്ടോ. അതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടുന്നതാണ്. പുട്ടിന് നല്ലോണം നനവ് പിടിച്ചെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ആണ്. ആ പുട്ട് കുറച്ചെടുത്തിട്ട് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് നല്ലോണം നനവ് കിട്ടിയെന്നാണ്. അത് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്തിട്ട് അങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ആ പുട്ട് നനവ് കിട്ടിയില്ല എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുറച്ച് ചോറെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിലൂടെ നല്ലോണം നനവ് കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഇങ്ങനെ കട്ടകളില്ലാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. തേങ്ങ ഇടുക, പുട്ടിടുക, പുട്ടുപൊടി ഇടുക, തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക, ആ രീതി തന്നെയാണ്. പുട്ടും കുറ്റിയിൽ ചില്ലിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒന്നായിരിക്കും പുട്ട് എന്നത്. അപ്പം ഈ ഒരു രീതി എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല. ചോറ് വെച്ച് പുട്ടുണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയൊരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. ഇനി പുട്ടുണ്ടാക്കാൻ പുട്ടുംപൊടി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി പുട്ടിൻ്റെ തൂക്ക് വെള്ളം നിറച്ച് അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആവി വരുമ്പോൾ ഈ പുട്ടും കുറ്റി എന്ത് ചെയ്യുക, അതിലേക്ക് എടുത്ത് വെച്ച് നല്ലോണം ആവി വരുത്തിയെടുക്കാവുന്നതാണ്. ഒരു മാക്സിമം ഒരു 2-3 മിനിറ്റിൽ 5 മിനിറ്റ് വരെ കേട്ടോ. ആവി വരുന്നതനുസരിച്ചാണ്. നല്ലവണ്ണം മേലെ ആവി വരുമ്പോൾ നമുക്ക് ആ പുട്ടും കുറ്റി അവിടെ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ മുകളിൽ നല്ലവണ്ണം ആവി വരുന്നത് കണ്ടില്ല. അപ്പോൾ ഇത് നമ്മൾ പുട്ടോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഒരു പ്ലേറ്റിലേക്ക് കൂട്ടാം. നമ്മളെ പുട്ട് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പുട്ട് പൊട്ടി പോകുന്നത് ചെയ്യാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പുട്ടുംപൊടി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് എടുക്കാവുന്നതാണ്. വേറൊന്നും ചേർക്കൊന്നും വേണ്ട കേട്ടോ. പിറ്റേന്ന് എടുക്കുമ്പോഴും സെയിം പുട്ടുപൊടി തന്നെ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കേട് വരുന്നില്ല. നല്ല അടുപ്പുള്ള പാത്രത്തിൽ ആക്കി വെച്ചാൽ മതി. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.